നമുക്കിന്നൊരു ഹോം മെയ്ഡ് സെർലാക്കിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഏത് അരി വേണമെങ്കിലും എടുക്കാം, ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ബസുമതി അരിയും അതേപോലെ തന്നെ ചുമന്ന പരിപ്പുമാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം വെള്ളം പോവാനായിട്ട് ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണിയിൽ ആക്കി വെയിലത്തേക്ക് വെക്കാം കേട്ടോ. നമുക്കിനി ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് അവലും കുറച്ച് ഓട്സും റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം കുറച്ച് നട്ട്സാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ വാൾനട്ട്, കാഷ്യൂനട്ട്, ബദാം, പിസ്തയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മക്കാനിയാണ്, ലോട്ടസ് സീഡ്. ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അതും ഒരു 2 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി വരുന്നതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് പൊട്ടുകടലയാണ് വേണ്ടത്. പിന്നെ ഞാനിതിലേക്ക് പച്ച കപ്പലണ്ടി, അതും ഇതുപോലെ വറുത്തിട്ട് കുറച്ച് എടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ പരിപ്പും അരിയും നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ പൊടിച്ച് പൗഡറാക്കി എടുക്കാം. ഇനി അത് ഇതുപോലെ നന്നായിട്ട് അരിച്ച് മാറ്റാം കേട്ടോ. അരിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കട്ടിയും തരിയും ഒക്കെ അതിൻ്റെ അടിയിൽ കിട്ടും. അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അവസാനം ഒന്നിച്ചിട്ട് ഒരടിയും കൂടെ അടിച്ച് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇതുപോലെ അടച്ചു വെച്ച് സൂക്ഷിച്ച ഹോം മെയ്ഡ് സെർലാക്ക് റെഡി.